ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഓ, ആ കരങ്ങളെ ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ചേർന്ന് ആരാധന, 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 ശബ്ദമുയർത്തി ആരാധന, യേശുവിന് ആരാധന, ആരാധന, ആരാധന. ശബ്ദമാണ് എൻ ജീവനെ കാണും, എൻ ജീവനെ കാണും നീ പ്രിയതാണെനിക്ക്. എൻ ജീവനെ, എൻ ജീവനെ കാണും നീ പ്രിയതാണെനിക്ക്. ആ കരങ്ങൾ ഉയർത്തിയത് ശബ്ദമുയർത്തി ആരാധന, ആരാധന. Oh, thank you, Holy Spirit. Oh, ആരാധന, യേശുവിന് ആരാധന. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പണിയപ്പെടാൻ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക്, കർത്താവിനെ പൂർണ്ണമായി മറ്റെന്തിനേക്കാൾ വിശ്വസിക്കുന്നവർക്ക് ഒരു നാളും ഒന്നിനും കുറവുണ്ടാകില്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ഇന്ന് പകലിൽ വായ്കളെ തുറന്നെന്ന് പറഞ്ഞ് അവൻ എന്നെ എല്ലാ ദിവസവും വഴി നടത്തും. വരണ്ട നിലത്തിലും എന്റെ വിശപ്പടക്കും. എന്റെ ഏതവസ്ഥകളിലും അവൻ എന്നോട് കൂടെയുള്ള ദൈവമാണ്. നമുക്കറിയാം, ദൈവസന്നിധിയിൽ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എത്രയൊക്കെ ഉപവസിച്ചിട്ടും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ലെന്ന് പലപ്പോഴും നാം ദൈവത്തോട് ഇങ്ങനെ പറയാറുണ്ട്. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നാം പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്നാൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യാക്കോബ് ദൈവത്തോട് മല്ലു പിടിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം യാക്കോബിനോട്, നീ മനുഷ്യനോട് ദൈവത്തോട് മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് അറിയപ്പെടും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം വിളിച്ചിറക്കിയവരും ദൈവത്തെ വിളിച്ചിറങ്ങിയവരും ഒരു നാളും എങ്ങും ലജ്ജിക്കപ്പെട്ടു പോയിട്ടില്ല. ഇന്ന് പകൽ ഉറപ്പുണ്ടോ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇറങ്ങിയതെങ്കിൽ ഒരു സാഹചര്യത്തിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല. ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് പറഞ്ഞ വാക്കുകളാണ്, സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്നു, നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ അതുപോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ഇന്ന് പകലിൽ നമ്മൾ ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി ദൂതുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ വാഗ്ദത്തങ്ങൾ പലതും പെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുകയാണ്, ഇന്ന് പകലിൽ നിന്റെ മറക്കാൻ കഴിയാത്തൊരു ദിവസമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. ഇന്ന് പകലിൽ നാം കേട്ട വാഗ്ദത്തങ്ങൾ പലതും നാം മറന്നുപോയി, പക്ഷെ ദൈവം ഒരിക്കലും അത് മറന്നു കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ കരങ്ങളെ എല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്.
വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. ശബ്ദമുയർത്തി ചേർന്ന് വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ. ആ കരങ്ങൾ ഉയർത്തിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ശബ്ദമുയർത്തി ഒന്ന് ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുമില്ലാതെകനാകുമ്പോൾ മരണനിഴലിൽ ഭീതിയേറുമ്പോൾ, മരണനിഴലിൽ ഭീതിയേറുമ്പോൾ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. ആ കരങ്ങൾ ഉയർത്തിച്ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപദുഃഖത്തിൽ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപദുഃഖത്തിൽ തോൽവിയേറ്റ. നീക്കി അടിമയെന്ന നാമം, നീക്കി അടിമയെന്ന നാമം, നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി. ചേർന്ന് വിളിക്കാം, അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ. ഇന്ന് പകലിൽ വായ്കളെ തുറന്നൊന്ന് വിളിച്ചേ, അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ. സഭ ചേർന്ന് പാടാമോ? വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാ. വിശ്വാസത്തോടെ യാക്കോബ് ഇസ്രായേലായി, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ
വാഗ്ദത്തം ചെയ്ത ദൈവം ഇതുവരെയും വാക്ക് മാറിയിട്ടില്ല. പല കാര്യങ്ങളിലും നമ്മൾ വാക്ക് മാറിയപ്പോഴും വാഗ്ദത്തം ചെയ്ത ദൈവം ഇതുവരെ വാക്ക് മാറിയിട്ടില്ല. ഇന്ന് പകലിലും എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളവർ ശബ്ദമുയർത്തിയോടെ പരിശുദ്ധ രൂഹ, പരിശുദ്ധ രൂഹ, അന്യഭാഷകളിലെ കർത്താവിനെ സ്തുതിച്ച് അവരെ തുറന്നോടെ ശരീരത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ വായ്കളെ തുറന്ന് നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകലൊന്ന് പറഞ്ഞ അപ്പ അങ്ങേക്ക് വേണ്ടി ഓടാൻ രണ്ട് കാലുകൾ ആവശ്യമാണ്. ഇന്ന് പകലിൽ കർത്താവേ അങ്ങന്റെ കാലിനെ ഉപയോഗിക്കണമേ. അങ്ങേക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നാവ് ആവശ്യമാണ്. ഇന്ന് പകലിൽ കർത്താവേ എന്റെ നാവിനെ അവിടുന്ന് ഉപയോഗിക്കണമേ. അങ്ങേക്ക് വേണ്ടി ചലിക്കേണ്ടവന് ഒരു ശരീരം ആവശ്യമാണ്. ഇന്ന് പകലിൽ അപ്പ എന്റെ ശരീരത്തെ അവിടുന്ന് ഉപയോഗിക്കണമേ. ഇന്ന് പകലിൽ അഭിഷേകത്തോടെ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കരങ്ങളെ തട്ടി സന്തോഷത്തോടെ ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറക്കെ സമച്ചർ. അന്ത്യകാല അഭിഷേകം, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറക്കെ സമച്ചർ. തീപോലെ തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റാൽ വീശണമേ, നദിയായി ഒഴുകണമേ. തീപോലെ
കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിരച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിരച്ച പോലെ അഗ്നിമഴയായി സമക്ഷമതി പോലെ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണം. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ ആ തീയന്മേൽ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ ആ തീയന്മേൽ സമക്ഷമതി പോലെ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. ഓ കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ആത്മാവിൽ നിറയ്ക്കേ. സമക്ഷമതി പോലെ തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി മുട്ടോളമല്ല ആരെയോളം പോരാ. വലിയൊരു ജീവ നദിയൊഴുക. മുട്ടോളമല്ല ആരെയോളം പോരാ. വലിയൊരു ജീവ നീന്തിട്ടല്ലാതെ നടപ്പയ്യാത്ത നീരുറവയുന്നു ചുടക്കനത. ഓ നീന്തിട്ടല്ലാതെ നടപ്പയ്യാത്ത നീരുറവ. കൊതിയോടെ ചേർന്ന് മുട്ടോളമല്ല ആരെയോളം പോരാ. വലിയൊരു ജീവ നദിയൊഴുക. മുട്ടോളമല്ല ആരെയോളം പോരാ. വലിയൊരു ജീവ നീന്തിയിട്ടല്ലാതെ കാണപ്പാൻ വയ്യാത്ത നീരുറവയുന്നു ചുടക്കനത. നീന്തിയിട്ടല്ലാതെ കാണപ്പാൻ വയ്യാത്ത നീരുറവ. സമച്ചേർന്ന് സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മ. ആറ്റുപാടി സ്തുതിക്ക. ഹല്ലേലൂയ പാട. ആണിക്കല്ലു കയറ്റ ദൈവസഭ പണിയ. ആറ്റുപാടി സ്തുതിക്ക. ഹല്ലേലൂയ പാട. ആണിക്കല്ലു കയറ്റ. സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല ശക്തിയാലെ
ശാസിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി. ചൈതന്യം നൽകണം, ചൈതന്യം നൽകണം, നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം നിത്യതയിലെത്തി. നീതിക്കല്ലാതെ കാണപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കണതാ. ഓ നീതിക്കല്ലാതെ കാണപ്പാൻ വയ്യാത്ത നീരുറവ. നീതിക്കല്ലാതെ കാണപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു ആ കാര്യങ്ങളെ എല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. ഇന്ന് പകലിലും അവന്റെ മഹത്വം തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഇന്ന് പകലിലും ശരീരത്തിൽ അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ, ആ കാര്യങ്ങളെ എല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഇന്ന് പകലിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഏത് സമയവും എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഭാഗ്യകരമായ നിമിഷമാണ്. ആ കാര്യങ്ങളെല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിട്ടു. ചേർന്ന് പാടമോ? പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി. കരങ്ങൾ ഉയർത്തി സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞിരോഗയാത്ത പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സര. മണ്ണെ പ്രതിമാണിക്യം വെടിയു. സഭ ചേർന്ന് സുന്ദരനാ സുന്ദരനാ മനോഹര നിന്നെ ചാരന്മാരെ വാരിക്കുമോ വത്സര. മണ്ണെ പ്രതി മാണിക്യം വെള്ളത്തിൽ കുമള പോലെ, വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കും. ശതമയത്തി വെള്ളത്തിൽ
അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല, അവർക്ക് ആ നാമത്തെ ഉയർത്താതിരിക്കാൻ കഴിയത്തില്ല. അതിന് കേവലം ഭൂമിയിലെ ചില നന്മകളുടെ ആവശ്യം നമുക്കില്ല. എന്റെ കർത്താവിനെ ഉയർത്താൻ എനിക്ക് കാരണങ്ങൾ വേണ്ട. ഇന്നു പകലിൽ ആ നാമത്തെ ഉയർത്താൻ എനിക്ക് കാരണങ്ങൾ വേണ്ട. ആമേൻ. ആ ഉറപ്പുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കർത്താവ് എന്നാളും ആരാധ്യനായ കർത്താവ്, അവൻ സർവ പുകഴ്ചയ്ക്ക് യോഗ്യനായവൻ. അവൻ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എന്റെ ജീവൻ തീരുന്നത് വരെ, ഈ ശ്വാസം എന്റെ ദേഹത്തിൽ നിന്ന് ഒഴിയുന്നത് വരെ ആ നാമത്തെ മാത്രം ഞാൻ ഉയർത്തു, ആ കർത്താവിനെ മാത്രം ഞാൻ ഉയർത്തു. എന്റെ സാഹചര്യങ്ങൾ എനിക്ക് വിഷയമല്ല. യെസ്, ഇന്നു പകലിൽ ആമേൻ ആമേൻ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ആമേൻ അത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. ആമേൻ അവൻ എന്നെ രക്ഷിച്ചാൽ ഞാൻ അവനെ ആരാധിക്കാം, അങ്ങനെ പറയുന്നവരുണ്ട്. അവൻ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ അവനെ ആരാധിക്കാം, അതൊരു കോൺട്രാക്റ്റാ. അവൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഞാൻ അവനെ ആരാധിക്കാം. ആമേൻ. ഇന്നു പകലിൽ ആമേൻ 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 ആ മനസ്സിൽ ആഗ്രഹത്തോടെ, ആ കർത്താവിനോടുള്ള സ്നേഹത്തോടെ നിൽക്കുന്നവർക്ക് ഒന്ന് പറയാൻ കഴിയും, അവൻ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലോ, അവൻ എന്നെ രക്ഷിച്ചാലും ഇല്ലെങ്കിലോ, ഏത് സാഹചര്യങ്ങൾ എന്റെ മുന്നിൽ വന്നാലോ എനിക്കൊരു നാമം മാത്രം, എന്റെ യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ പറഞ്ഞേ, ആമേൻ ആ ദൈവജനത്തിന് കാരണങ്ങൾ ആവശ്യമില്ല. ഈ നാമത്തെ ഉയർത്താൻ കാര്യകാരണങ്ങൾ ആവശ്യമില്ല. ആമേൻ. ആ ഉറപ്പുള്ളവർ മാത്രം ഒന്ന് ചേർന്ന് പാടി, ഓ യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്ന് യോഗ്യനേ, ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആ കുഞ്ഞാട് മാത്രം, കുഞ്ഞാടേ എന്ന് യോഗ്യനേ, ഹല്ലേലൂയ. ആമേൻ. അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് യോഗ്യമുള്ള ആരാധന കർത്താവിന് കൊടുക്കാൻ തയ്യാറുള്ളവർ മാത്രം കരങ്ങളെല്ലാം ചേർത്തടിച്ച് ശക്തിയോടെ ജീവന്റെ വഴിയും സത്യവുമേശു, എനിക്ക് ജീവൻ നൽകിയ ഇടയൻ. ജീവന്റെ വഴിയും സത്യവുമേശു, എനിക്ക് ജീവൻ നൽകിയ ഇടയൻ. ജീവിതത്തിൽ സമാധാന പ്രഭുവായി വാണിടട്ടെ, എന്നും വാണിടട്ടെ.
ക്രിസ്തുവേ ആരാധന ചേർന്ന് പാടി കുഞ്ഞാടേ എന്ന് യോഗ്യനെ ആ ശബ്ദമെല്ലാം ഉയർത്തി ഒന്ന് പാടി യേശുവേ യേശു ഓ ക്രിസ്തുവേ കുഞ്ഞാടേ അതുകൊണ്ട് യേശുനാഥ യേശുനാഥ നീ എൻ ബലമായതാ ഞാൻ ഒട്ടും ഭയപ്പെടില്ല ഓ യേശുനാഥ നീ എൻ ബലമായതാ ഞാൻ ഒട്ടും ഭയപ്പെടില്ല ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന
Hallelujah, hallelujah. We thank you for your presence, Lord. നിങ്ങളുടെ സാന്നിധ്യത്തിനായി ഇന്ന് പകലിൽ ഞാൻ നന്ദി പറയുന്നു കർത്താവ്. നന്ദി പറയുന്നു കർത്താവ്. നന്ദി പറയുന്നു കർത്താവ്. ആമേൻ. ദൈവാത്മാവ് എന്നെ ഒരു കാര്യം പറയാൻ പ്രേരിപ്പിക്കുന്നു. ആമേൻ. ഇന്ന് പകലിലും ആമേൻ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി നമ്മുടെ വിഷയങ്ങൾ വിടുതലിനാണ്. പല വ്യക്തികളെ നമ്മൾ ആശ്രയിച്ചു. എന്നാൽ അതിനെല്ലാം നമ്മൾ പരാജയപ്പെട്ടു. എന്നാൽ അവസാന ആശ്രയം എന്നോണം ഈ കർത്താവിന്റെ സന്നിധിയിൽ വന്നതാ നമ്മൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം. ആമേൻ. നമ്മൾ ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റിവെച്ച്, നമ്മുടെ സ്ഥാനങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ച് ആ കർത്താവിന്റെ സന്നിധിയിൽ താണൊന്നിരിക്കാൻ തയ്യാറായ ഇന്നും പകലിലും അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ കാണാൻ മാത്രമല്ല അതെന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ. ചില പൊസിഷനൊക്കെ മാറ്റി ആ കർത്താവിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടത് കൊണ്ടാ രക്തസ്രാവക്കാരി ആ സ്ത്രീക്ക് സൗഖ്യമുണ്ടായത്. ഇന്ന് പകൽ ചിലതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ കർത്താവിന്റെ അടുക്കലേക്കൊന്ന് പോകാൻ റെഡിയായ ഇന്ന് പകൽ എന്റെ പൊസിഷൻ എല്ലാം ഒന്ന് താഴെ വെച്ച്, കർത്താവെ ഞാൻ ഒന്നുമല്ല, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഏതുമില്ല എന്നൊന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ അടുക്കലേക്കൊന്ന് ചെന്നാൽ ഇന്ന് പകലും നോക്കുന്നത്, കർത്താവ് നോക്കുന്നത് ആ മൈൻഡ് സെറ്റ് ഉള്ളവരെ, ആ കർത്താവ് നോക്കുന്നത് ആ മനസ്ഥിതിയിലുള്ളവരെ. ആമേൻ, ആമേൻ. ആ മനസ്ഥിതിയിലുള്ളവരോട് ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം. ആമേൻ. നിങ്ങളുടെ അത്ഭുതം വൈകത്തില്ല, നിങ്ങളുടെ വിടുതൽ വൈകത്തില്ല. അത് ഏറ്റവും അടുപ്പത്തിൽ. ആമേൻ, ആമേൻ. നമ്മുടെ സ്ഥാനങ്ങളെക്കാൾ, നമ്മുടെ പൊസിഷനേക്കാൾ ആ കർത്താവ് വലിയവനെ എണ്ണുന്നവരുടെ മുന്നിൽ ആ കർത്താവ് താണിറങ്ങി വരുമെങ്കിൽ ഇന്ന് പകലിലും നമ്മുടെ പൊസിഷനേക്കാൾ, നമ്മുടെ സ്ഥാനങ്ങളെക്കാൾ ആ കർത്താവ് വലിയവനെന്ന് ആമേൻ ചിന്തിക്കുന്ന ദൈവജനോ, ആമേൻ, അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു കർത്താവുണ്ട്. ആ ദൈവജനം മാത്രം ഒന്ന് ഒരുമിച്ച് ചേർന്നൊന്ന് പാടിയാട്ടെ. ആരാധന ആരാധന ആ സ്നേഹത്തിൽ നിന്നൊന്ന് പാടി കർത്താവേ. ആരാധന ആ കർത്താവിന്റെ മാറു മാത്രം എനിക്ക് മതി, ആ കർത്താവിന്റെ പാദവീണം മാത്രം എനിക്ക് മതി. മറ്റൊന്നിലും എനിക്ക് ആശ്രയമില്ല, എനിക്ക് ആ മാറു മാത്രം മതി. ഓ ആരാധന പകലിലും ആരാധന ആരാധന യേശുവേ ആരാധന.